സമൂഹത്തിലെ നിരാലംബരായവരെ കൈപ്പിടിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി സിൽവാൻ ബിസിനസ് ഗ്രൂപ്പ് നടത്തുന്ന കൈത്താങ് പദ്ധതിയുടെ മൂന്നാം ഘട്ടം മലപ്പുറം വളാഞ്ചേരിയിൽ നടന്നു. 600 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീട് വെച്ച് പണി പൂർത്തീകരിക്കാനാകാതെ പ്രയാസപ്പെടുന്ന 300 കുടുംബങ്ങൾക്ക് ഫ്ലോർ ടൈൽ നൽകിക്കൊണ്ട് BLM ഫൗണ്ടർ ആർ പ്രേംകുമാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ടൈലുകൾ വീടുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് MLA KT ജലീൽ നിർവഹിച്ചു. പാവപ്പെട്ടവർക്ക് ഉപകാരപ്പെടുന്ന സിൽവാൻ ഗ്രൂപ്പിന്റെ കൈത്താങ് പദ്ധതി ബിസിനസ് രംഗത്തുള്ളവർക്ക് മാതൃകാപരമാണെന്ന് BLM ഫൗണ്ടർ ആർ പ്രേംകുമാർ പറഞ്ഞു. 600 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകൾ നിർമ്മിച്ച് വീടിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനാകാതെ പ്രയാസപ്പെടുന്ന നിരാലംബരായവരെ കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തോടെ സിൽവാൻ ബിസിനസ് ഗ്രൂപ്പിന്റെ കൈത്താങ് പദ്ധതിയുടെ മൂന്നാം ഘട്ടം മലപ്പുറം വളാഞ്ചേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 3 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഇതൊരു പുണ്യപ്രവർത്തനമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന സിൽവാൻ ഗ്രൂപ്പ് ലോകമെങ്ങും അറിയപ്പെടുന്ന ഒരു വലിയ പ്രസ്ഥാനമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലെ പുണ്യകാര്യങ്ങൾ ഒരുപാട് വിഷയങ്ങൾ നമ്മളിപ്പോൾ BLM ഗ്രൂപ്പ് കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഒരു ഡിസ്ട്രിക്റ്റിലും 2 വീട് വെച്ച് പാവപ്പെട്ടവർക്ക് വേണ്ടി എല്ലാ ഡിസ്ട്രിക്റ്റിലും കൊടുക്കാൻ വേണ്ടി ഒരു പുതിയ പദ്ധതി പാസ്സാക്കി അത് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പെർമിഷനും കൊടുത്തിട്ട് ഒരാഴ്ചയായി. അപ്പോഴാണ് സിൽവാൻ ഗ്രൂപ്പിൻ്റെ ഉദ്യോഗസ്ഥരും പറയുന്ന ഇങ്ങനത്തെ ഒരു പുണ്യകാര്യം ഏറ്റവും വലിയ ഇന്നിപ്പോൾ പാർപ്പിടം പറഞ്ഞ നമ്മളെല്ലാവരും എത്രയും മനുഷ്യന്മാർക്ക് ഒരു സ്വപ്നമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിനുവേണ്ടി ഈ ടൈൽസും കാര്യങ്ങളും ഉപകരണമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കൊടുത്ത് ജനങ്ങളെ മനസ്സിൽ ഒരു സന്തോഷം ചെയ്യുന്ന ഒരു വിഷയമായിട്ട് സിൽവാൻ ഗ്രൂപ്പ് ഒരുപാട് പുണ്യകാര്യങ്ങൾ ചെയ്തു വരുന്ന ഈ ഗ്രൂപ്പ് വളർന്ന് പന്തലിക്കട്ടെ. സർക്കാരിന് ജനങ്ങളുടെ ആവശ്യം സമ്പൂർണ്ണമായി നിർവഹിച്ചു കൊടുക്കാൻ കഴിയാത്ത ഘട്ടങ്ങളിൽ ഇത്തരം ബിസിനസ് ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങൾ പാവപ്പെട്ടവർക്ക് ഏറെ ഉപകാരമാകുമെന്ന് KT ജലീൽ MLA ടൈലുകൾ വീടുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചുകൊണ്ട് പറഞ്ഞു. 30,000-ഓളം അപേക്ഷകരാണ് ഈ വർഷം ഈ 300 ആളുകൾക്ക് കൊടുക്കുന്ന സഹായം സ്വീകരിക്കാൻ അപേക്ഷ നൽകിയിരുന്നത്. കുറച്ച് മാനദണ്ഡങ്ങൾ ഇതിനായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങൾക്കനുസൃതമായി ഈ 30,000-ൽ നിന്ന് 300 കുടുംബങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ വർഷം 32,000 അപേക്ഷകൾ കിട്ടിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയധികം ആളുകൾ ഇത്തരത്തിലുള്ള സഹായങ്ങൾക്ക് അപേക്ഷിക്കുന്നു എങ്കിൽ അതിനർത്ഥം പ്രയാസപ്പെടുകയും ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് എന്നുള്ളതാണ്. സൽവാൻ ഗ്രൂപ്പ് ചെയർമാൻ സൈദാലിക്കുട്ടി ഹാജി, മാനേജിംഗ് ഡയറക്ടർ ഫൈസൽ, ഫൗണ്ടർ ആൻഡ് CEO സൽവാൻ മുസ്തഫ, ഡയറക്ടർ സൈനുദ്ദീൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നായി ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ തെരഞ്ഞെടുത്ത അർഹരായ ആളുകൾക്കാണ് സൗജന്യമായി ടൈൽസ് നൽകിയത്. 2030 അർഹരായ 5000 കുടുംബങ്ങൾക്ക് ടൈൽസ് വിതരണം ചെയ്യുക എന്ന സൽവാന്റെ വിഷൻ 2030ന്റെ ഭാഗമായി കഴിഞ്ഞ 3 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതി വിജയിപ്പിക്കുന്നതിൽ നാട്ടിലെ സാംസ്കാരിക സാമൂഹിക പ്രവർത്തകരും ക്ലബ് അംഗങ്ങളും സൽവാൻ ഫാമിലി മെമ്പേഴ്സായ സ്റ്റാഫുകളുടെയും കൃത്യമായ പ്രവർത്തനം ഇത്തവണത്തെ വിതരണവും വിജയമാക്കാൻ സഹായിച്ചെന്ന് സൽവാൻ ഗ്രൂപ്പ് അധികൃതർ അറിയിച്ചു. M5 ന്യൂസ്, മലപ്പുറം.